ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് എൻ്റെ ജോലിയെ പറ്റി നോക്കാം. എന്താണ് എൻ്റെ ഡെസിഗ്നേഷൻ, എൻ്റെ റോൾ എന്താണ് ഈ കമ്പനിയിൽ, മാത്രമല്ല ഈ കമ്പനിയെ പറ്റി നമുക്ക് നോക്കാം. അഗ്രോകോനി എന്ന് പറയുന്ന അൽബേനിയയിലെ പ്ലാൻ പ്രൊഡക്ഷൻ കമ്പനിയാണിത്. ഇവർക്ക് ഈ അൽബേനിയ തന്നെ 2 സ്ഥലങ്ങളിലായിട്ട് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. ഇവിടെ നമ്മൾ സീഡ്ലിങ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കർഷകർക്ക് സെല്ല് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഗ്രാഫ്റ്റിങ്ങും ബഡിങ്ങും ഒക്കെ ചെയ്തിട്ട് ഹൈബ്രിഡ് ആയിട്ടുള്ള തൈകളാണ് സെല്ല് ചെയ്യുന്നത്. കർഷകരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. കമ്പനിയിൽ എൻ്റെ ഡെസിഗ്നേഷൻ വന്നിട്ട് അഗ്രോണമിസ്റ്റ് ആണ്. അഗ്രോണമിസ്റ്റ് എന്ന് പറയുമ്പം നമുക്ക് ഗ്രീൻ ഹൗസിലെ കൾട്ടിവേഷൻ വരുന്നത് ടെമ്പറേച്ചർ മാനേജ്മെൻറ്റ്, ഇറിഗേഷൻ, ഫെർട്ടിലൈസേഷൻ മാനേജ്മെൻറ്റ്, അതേപോലെ പെസ്റ്റ് ഡിസീസ് മാനേജ്മെൻറ്റ്, അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ, എക്സ്പോർട്ട് ചെയ്യുന്ന ഡാറ്റ മാനേജ്മെൻറ്റ്, എന്തൊക്കെ തൈകൾ എപ്പോഴൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കുക, ഓർഡർ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്ന അതിൽ പുതിയ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നോക്കുക. ഈ വരുന്ന എൻ്റെ ഫ്രണ്ട് ഇസബല്ലയാണ്. അപ്പോൾ ആൾ നല്ല കൂട്ടാണ്, എല്ലാവരും നല്ല കൂട്ടാണ്. ഇതൊക്കെ വർക്കേഴ്സാണ് ഇവിടുത്തെ. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര അടിപൊളിയാണ്. വീക്കിലി ഇവർ 7 days വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റേതായ ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഇവർക്കില്ല. കാരണം ഇങ്ങനെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാവരെയും ഞാൻ കിട്ടുമ്പോഴൊക്കെ ഇവരുടെ അടുത്ത് പോയി നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ നോക്കാറുണ്ട്. കാരണം പുതിയ ആളായതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഭയങ്കര നല്ല മനുഷ്യന്മാരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്വീഡൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. വേറൊരു ദിവസം വേറെ വിശേഷങ്ങളായിട്ട് കാണാം. ബൈ ബൈ.